അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇലക്ഷൻ ഡേ ആണ് ഇന്ന്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ക്ലാസ്സിലോട്ട് കയറ്റിയിട്ടില്ല. അവിടെ ക്ലാസ്സിൽ എന്തൊക്കെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വോട്ട് ചെയ്യാനുള്ള. അതെ, അത് കാരണം ഞങ്ങൾക്ക് ക്ലാസ്സിലോട്ട് കയറാൻ പ്രവേശനമില്ല. അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ക്ലാസ്സിലോട്ട് കയറാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ ഞങ്ങളെല്ലാരും അപ്പൊ എല്ലാരും പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഞാൻ എന്തായാലും ബാക്കിയെല്ലാം കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും തോക്കോ ജയിക്കോന്ന് അറിയില്ല. തോറ്റാലും ജയിച്ചാലും ഞമ്മക്കതൊരു അറിയില്ല. തോറ്റു കഴിഞ്ഞാൽ ചെറിയൊരു സങ്കടം ഉണ്ടാവും, ജയിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. അതെ, ഇനിയിപ്പോ തോറ്റാലും നമ്മൾ അങ്ങനെ വലിയ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, എല്ലാരും വോട്ട് ചെയ്യാനുള്ള ഒരു ഇതിലാണ് നിക്കുന്നത്. മുട്ടി നിക്കണേ. ഞാൻ തോക്കോ ഗൈസ്? ഉണ്ട്, എല്ലാരും ഉണ്ട് ഗൈസ്. ഗൈസ്, എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ ക്ലാസ്സിലുള്ളവർ മുട്ടായി വരെ കൊടുക്കുന്നുണ്ട്. എനിക്ക് വോട്ട് ചെയ്യാനുള്ള ചെലവാടി. ആ നോട്ട് ചെയ്യാളെ പാവം കുട്ടി, എന്നോട് ഇത്രക്ക് സ്നേഹം ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഗൈസ്, മുട്ടായി കടിയായി. പറയടി. ഞങ്ങള് വോട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഏതിനാ വോട്ട് ചെയ്യണേ? പുസ്തകം, ക്രിക്കറ്റ് പറഞ്ഞ് ചെയ്യിപ്പിക്കണാണ് ഗൈസ്. അതെ, ഇതാ ഏതിനാ വോട്ട് ചെയ്യണേ? ഓ, എന്റെ വീഡിയോ വരെ കണ്ടു ഗൈസ്. ഇവിടെ മുട്ടായി കൊടുത്ത് തീർന്നിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. പാവങ്ങള് പുസ്തകത്തിന് വോട്ട് ചെയ്യാം. പക്ഷെ എന്തേലും മുട്ടായിട്ടില്ലേ? അതെ, മുട്ടായി. എല്ലാരും സൂചിപ്പിനായിട്ട് കുത്താണ് മോൾട്ടി. ഇതാരാ വിളിക്കണേ? ക്ലാസ്സിലേക്ക് ചെല്ലാൻ, ക്ലാസ്സിലോട്ട് ചെല്ലാൻ, വോട്ട് ചെയ്യാൻ. കമോൺ കമോൺ. മിഠായിയൊക്കെ ഇനി എല്ലാരും വോട്ട് ചെയ്യും, കൊടുക്കണ്ട. അതെ, എന്തിനാ വെറുതെ ഇന്നെക്കാട്ടി വെക്കാണ്. മിഠായിയൊക്കെ കൊടുത്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കണം. എന്താ ചെയ്യാ? വോട്ട് ചെയ്യില്ലേ? ഏതാടി? ഏത് ചിഹ്നത്തിനാടി വോട്ട് ചെയ്യാ? ബുക്കല്ലേ? അവിടെ ചിഹ്നം വരെ ഓർമ്മ ചെയ്യാ. ബുക്ക്. ഓക്കെ ഗൈസ്, കമോൺ, ക്ലാസ്സിലോട്ട് നടക്കാം. അല്ല, നമ്മള് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയൂല. ആ, അടുത്ത സ്ഥാനാർത്ഥി എന്ത് പറയാനുണ്ട്? ജയിക്കോ തോക്കോ? തോക്കും. അല്ല, എന്താ ആത്മാർത്ഥമായിട്ടാ പറയുന്നത്? അല്ല, തോക്കോ ജയിക്കോ? രണ്ടും 50-50. എനിക്കങ്ങനെ തോൽക്കുന്ന പകുതിയും ജയിക്കുന്നു അത്ര പറയാം. അല്ലാതെ ഞാൻ ജയിക്കും തോക്കും അങ്ങനെ അടുത്ത് പറയുന്നത്. ഇന്നലെ വരെ എന്താ പറഞ്ഞേ? തോക്കുന്നല്ലേ? ജയിക്കട്ടെ. എന്തായാലും ഞാൻ എന്തായാലും ഉറപ്പ് പറയണില്ല. ജയിക്കണേ ജയിക്കട്ടെ, അത്ര. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് വരാം ഇനി. ഓക്കെ, അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല. എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ, ഇതൊരു സ്ഥാനാർത്ഥിയാണ് ഗൈസ്. പക്ഷെ എല്ലാരോടും ജയിപ്പിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുന്നത്. എന്ത് സ്ഥാനാർത്ഥിയാണ്? എല്ലാരും ജയിക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത്. അവസാനമായിട്ടുള്ള ഒരു ചാൻസ് ആണ്. എന്തായാലും നമ്മൾ ചോദിക്കുന്നത് നമ്മളൊരു പുസ്തകം എല്ലാരും പുസ്തകം. നൃത്തമാണ് ഇതൊക്കെ.
രമി ഇവൊക്കെ പറഞ്ഞു ക്ഷീണിക്കും. ഒരുപാട് എടുത്താൽ മതി. ബ്ലോക്കായി വോട്ട് ചെയ്യാനുള്ളൊരു ആത്മാർത്ഥത ഓന് ബാക്കിയാണ്. ഷോപ്പിംഗ് ചെയ്യൂലേ? ലാസ്റ്റ് ടൈം നിമിഷം വെച്ചിട്ട് ആലോചിക്കാന്നൊക്കെ പറഞ്ഞ മോശട്ടാ. ഓ സീന് മരത്തിന് ചെയ്യാം. ഏതിനാ ചെയ്യണ്ടി? താക്കോലിന് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. ചെയ്യണം എന്നാണ് കൊടുക്കാനുള്ള ഓരോരോ പ്ലാനിങ്ങിലാണ്. ആർക്കും കൊത്തുന്നൊക്കെ ആ ഷീറ്റ് കുട്ടിയാണല്ലോ, ചട്ടിയാണ്. വോട്ട് ചെയ്തു വന്നതാട്ടോ. എന്റെ നോക്കട്ടെ. ഇത് മാത്രം എടുക്കണം. ഞാനിവിടെ നിൽക്കട്ടെ. പറ ഓട്ടേതു അതിനുള്ളിൽ വെച്ചോ. മതി ചെയ്താ. രമ്യ സഹായം ചെയ്യും. ബാഗൊക്കെ പിടിച്ചോ. ചെയ്യാം. ക്ലോക്കാണല്ലോ. കിടന്നോളി. ഒരു ലോഡുണ്ട്. ഇവരെ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്. അതെ നല്ല ഭംഗിയുണ്ട് പക്ഷെ കാണാൻ. എന്റെ കുട്ടികൾ പവർ. എന്തിനൊക്കെ പുസ്തകത്തിൽ ബാറ്റിന്റെ ആളുകളുണ്ട്. വോട്ട് ചെയ്ത ക്ഷീണത്തില് വെള്ളം കുടിക്കും. വോട്ട് ചെയ്തു. ഇന്റതും പോയി. വോട്ട് ചെയ്തു കണ്ടോ? ഇവിടെ 2 വോട്ട് ചെയ്തേ. മായ്ച്ചു കളഞ്ഞി. 2 പേരും മായ്ച്ചു കളഞ്ഞി. ഒന്നുകൂടി പോയി കുത്തിയാലോ? അവിടെ ഒക്കെ സൈൻ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിക്കണേ. വോട്ട് ചെയ്ത് വരുന്നതാ. ചെയ്തടി. എനിക്ക് വെച്ച കടായി. ഏതിനെത്തി? പുസ്തകത്തിന് അമ്മക്ക് പിന്നെ റഷ പിന്നെ ചോദിക്കാനില്ല. പുസ്തകത്തിന് അല്ല ഇങ്ങളോടും ചോദിക്കാനില്ല. എനിക്കറിയാം. മറിച്ച് കുത്തിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഏതിനാ കുത്തി? പാവിന്റെ കുട്ടികള് കുത്തിയാ? ഞാൻ ഇത്രയും നേരം ഓരോന്ന് വീഡിയോയിൽ എടുത്തതായിരുന്നു. പക്ഷെ ഞാനത് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. മൈ മിസ്റ്റേക്കാണ്.
എന്താ ചെയ്യാ, ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരോ പൊട്ടത്തരങ്ങൾ ചെയ്തു പോകും. ഞങ്ങള് വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒക്കെ അതാണോ വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാണ്ട് ഇപ്പൊ അഫ്നക്ക് ഇതെടുക്കാൻ പോവാം, ബ്ലൗസ്. അഫ്നക്ക് മെറ്റീരിയൽ എടുക്കാൻ പോവാണ്. അഫ്ന ഒരു 3-4 ദിവസമായിട്ട് വന്നിട്ടില്ലായിരുന്നു, ഫുൾ ലീവായിരുന്നു. അത് കാരണം അഫ്നക്ക് എടുക്കാനുള്ള പരാഗിലോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം. ബാഗൊന്നും എടുക്കാതെയാണ് ഇപ്പൊ പോണത്. അപ്പൊ എന്തായാലും പരാഗിൽ പോയിട്ട് വരാം. ഓക്കെ അഫ്നക്ക് കിട്ടില്ല, നമ്മളെ കൂടെ കാണിച്ചു കൊടുക്കരുത്. അഫ്നക്ക് സമയത്തെത്തണം, കോഡ് എടുക്ക. അല്ല ഞാനത് പറയണേടി, സോറി എടി. എടി പക്ഷേ ഇജ് അനക്ക് പ്രോഗ്രാമിന് വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ലേ നജി. ഗൈസ്, അഫ്നക്ക് ഞങ്ങളെ സെയിം സാധനം കിട്ടണില്ല. ഓളെന്തായാലും ഞങ്ങൾ എടുക്കുന്ന ദിവസം അവൾക്ക് വരാൻ പറ്റില്ലായിരുന്നു, ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം. അത് കാരണം അവൾക്കിപ്പോൾ കൂട് കിട്ടുന്നില്ല. പാവം കുട്ടി നല്ല സങ്കടത്തിലാണ്. ഞങ്ങൾ ഒക്കെ എടുക്കാത്തത് ഇനിയോള് പ്രോഗ്രാമിൽ ഞങ്ങൾ എടുക്കാൻ ഇനിയോള് പ്രോഗ്രാമിൽ വരുമോ, ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. അത് കാരണം അവൾക്ക് എടുക്കാതിരുന്നത്. എന്തായാലും നോക്കുന്നുണ്ട്. അതെ, ഓളെ വല്യമ്മ മരണപ്പെട്ടു. അത് കാരണം തന്നെ എന്തായാലും നോക്കട്ടെ, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അതെ, 2 ദിവസം. എന്തായാലും ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. കിട്ടിയാൽ ഒക്കെയുള്ള എടുക്കും. ഓക്കെ. അപ്പൊ ഗായ്സ്, നമ്മളെ അഫ്നക്ക് നമ്മൾ വിചാരിച്ച സാധനം കിട്ടി. വിചാരിച്ച സാധനം കിട്ടി ഗായ്സ്. സങ്കടമൊക്കെ മാറിയില്ല അഫ്ന? അപ്പൊ അതെ, കൊറേ തെരഞ്ഞിട്ട് അവസാനം നമുക്ക് തെരഞ്ഞ് അവസാനം നമുക്ക് സാധനം കയ്യിലാക്കി. അപ്പൊ എന്തായാലും അഫ്ന കളറാക്കും. അതെ, പരാഗ് ഫുള്ള് അങ്ങോട്ട് വലിച്ച കണ്ടിട്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ക്ലാസ്സിലോട്ട് പോട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ അങ്ങനെ ക്ലാസ് നിർത്തിട്ടില്ല. വോട്ട് ആയിരുന്നു. അപ്പൊ അവസാനിച്ചാ കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നു. അപ്പൊ കഴിഞ്ഞൊരു ഇപ്പൊ പോയി. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് റിസൾട്ട് വരുന്നു, പക്ഷെ മറ്റന്നാളാണ് റിസൾട്ട് വരുന്നത്. നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ റിസൾട്ട് വരും. എന്തായാലും ഞങ്ങൾ വോട്ടൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോവാണ്. പിന്നെ ഇന്ന് കോഡിൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനുണ്ട്, മെറ്റീരിയൽ. അപ്പോൾ അതിനും കൂടി പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വേണം വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ഓക്കെ, ബൈ ഗൈസ്.